സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും AsviMalayalamത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് എൻ്റെ കുട്ടി ഹെയർ കെയർ റുട്ടീൻ, അതായത് ഷാംപൂ, കണ്ടീഷണർ, സിറം റെഗുലർ ബേസിസിൽ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യണേ, അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എങ്ങനെയാണ് പുറത്ത് പോകുമ്പോൾ സിമ്പിളായിട്ട് മുടി കെട്ടി വെക്കണേ എന്നുള്ളതും കാണാം കേട്ടോ. ഒരു കുട്ടി ഹെയർ സ്റ്റൈൽ. ഓക്കെ, ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ, കണ്ടീഷണർ, സിറം ലോറിയൽ പാരിസ് ടോട്ടൽ റിപ്പയർ 5 ഷാംപൂ കണ്ടീഷണർ സിറമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ഇത് പറയുമ്പോൾ തന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഓർമ്മ വരിക ഐശ്വര്യ റായുടെ പരസ്യമാവില്ലേ, 5 problems 1 solution. ഓർമ്മ വരുന്നില്ലേ? എനിക്ക് ഈ ഷാംപൂ, കണ്ടീഷണറും സിറമൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർമ്മ വരും കേട്ടോ. കാരണം നമ്മൾ പണ്ട് മുതൽക്കേ ഈ പരസ്യം കണ്ട് ചെറുപ്പം മുതൽക്കേ യൂസ് ചെയ്ത് വരുന്ന ഷാംപൂവും കണ്ടീഷണറും സിറമുമാണ് ഇത്. ലോറിയൽ പാരിസിൻ്റെ ടോട്ടൽ റിപ്പയർ 5 ഷാംപൂ, കണ്ടീഷണർ, സിറം അല്ലേ. ചെറുപ്പം മുതൽക്കേ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഈ ഷാംപൂവിൽ ഒരു ട്രസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിലും അതെ, എൻ്റെ മുടി ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ഹീറ്റ് സ്റ്റൈലിംഗ് ഒരുപാട് ചെയ്തിട്ട്, അതേപോലെ തന്നെ പൊല്യൂഷൻ, UV റേസ്, ഇതൊന്നും അല്ലെങ്കിൽ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് മുടി കെയർ ചെയ്യാനായിട്ട് നമ്മുടെ മുടി ഭയങ്കര ഡള്ളായിട്ട് പൊട്ടി പോവുക, ബ്രിട്ടിലായിട്ട് ഇരിക്കുക, ഒട്ടും സ്മൂത്ത് അല്ലാണ്ടും ഒട്ടും തന്നെ ഷൈൻ ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ ടോട്ടൽ റിപ്പയർ 5 ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഷാംപൂ ആണെങ്കിലും ശരി, കണ്ടീഷണർ ആണെങ്കിലും ശരി, സിറം ആണെങ്കിലും ശരി, ഇത് മൂന്നും കൂടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ മുടി കുറേ കൂടി സ്മൂത്തറായിട്ടും മാനേജബിൾ ആയിട്ടും അതേപോലെ തന്നെ കുറച്ചുകൂടി ഒരു ഷൈനിയർ ആയിട്ട് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നും ഇന്നും എന്നും പണ്ട് മുതൽക്കേ യൂസ് ചെയ്യണതല്ലേ ഈ ഷാംപൂ. അപ്പോഴാണെങ്കിലും എനിക്കൊരു ബെറ്റർ റിസൾട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിലും ടോട്ടൽ റിപ്പയർ 5 റേഞ്ച് ഇസ് ഈവൻ മോർ ബെറ്റർ വിത്ത് കെരറ്റിൻ XS. അത് ഡീപ്ലി നമ്മുടെ ഹെയറിലേക്ക് പെനിട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ മുടിയിലുള്ള 5 സൈൻസ് ഓഫ് ഡാമേജിനെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ പരസ്യത്തിൽ പറയുന്ന പോലെ തന്നെ 5 problems 1 solution. അപ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ ഭയങ്കര ബ്രിട്ടിലായിട്ടൊക്കെ ഉണ്ടാവും അല്ലേ, അതായത് ഒട്ടും തന്നെ ഹൈഡ്രേഷൻ ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്ന പോലെ ഉണ്ടാവും. അതേപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഉണ്ടാവും. സ്പ്ലിറ്റൻസ് ഒക്കെ ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. അത് വന്നു കഴിഞ്ഞാൽ പോകാനായിട്ട് വളരെ 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 ബുദ്ധിമുട്ടാണ് കേട്ടോ. ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടാവും, അതായത് ഒട്ടും തന്നെ മോയ്സ്ചറൈസ്ഡ് അല്ലാണ്ട് വളരെ ഡൾ ആയിട്ടുണ്ടാവും, ഭയങ്കര ബ്രിട്ടിൽ ആയിട്ടുണ്ടാവും. ബ്രിട്ടിൽ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും കേട്ടോ. പിന്നെ ഭയങ്കര സ്റ്റിഫായിട്ടുണ്ടാവും, വടി പോലെ നിൽക്കും, സ്ട്രോ ലൈക്ക് എന്ന് പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വടി പോലെ നിൽക്കുമ്പോൾ എഗെയിൻ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് വളരെ ഏറെയാണ്. പൊട്ടിപ്പോകുമ്പോൾ എന്താ, മുടിക്ക് ഒട്ടും ഉള്ളില്ലാണ്ടാവും. അപ്പോൾ മുടിക്കുണ്ടാവുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ തടയാനായിട്ട് 3 സ്റ്റെപ്സ് ആണ് കേട്ടോ ഫോളോ ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഷാംപൂ ചെയ്യാന്നുള്ളതാണ്. ലോറിയലിൻ്റെ ടോട്ടൽ റിപ്പയർ 5 റിപ്പയറിംഗ് ഷാംപൂ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത്. അതിനായിട്ട് വളരെ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് ലാദർ ചെയ്ത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് നന്നായിട്ട് പതയുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി കളയുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഡേർട്ടൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ഹെയർ ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല. നമ്മുടെ മുടിയുടെ ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഒട്ടും തന്നെ നമ്മുടെ മുടിയിലത്തെ ഓയിലൊക്കെ സ്ട്രിപ്പ് ഓഫ് ചെയ്യുക അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അതിനുശേഷം നമുക്ക് കണ്ടീഷണർ യൂസ് ചെയ്യാം കേട്ടോ. ഇത് ടോട്ടൽ റിപ്പയർ 5 റീസ്റ്റോറിംഗ് കണ്ടീഷണർ ആണ്. പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ മുടിയുടെ ആ ഒരു സോഫ്റ്റ്നെസ് റീറ്റെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കണ്ടീഷണർ എന്താ ചെയ്യേണ്ടത്, നമ്മളത് കയ്യിൽ കുറച്ചെടുത്തിട്ട് മുടിയുടെ ലെങ്ത്തിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടീഷണർ നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ടതല്ല. കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മുടിയുടെ അറ്റത്താണ്, കാരണം ആ ഭാഗമല്ലേ കൂടുതൽ ഡ്രൈ ആയിട്ടുള്ളത്. അപ്പോൾ കണ്ടീഷണർ അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം മാത്രം വെക്കാം, ഫ്യൂ മിനിറ്റ്സ് നമ്മുടെ മുടിയിൽ തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം വെള്ളം ഒഴിച്ച് വാഷ് ഓഫ് ചെയ്ത് കളയാം കേട്ടോ. ഈ ഷാംപൂവും കണ്ടീഷണറും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഫുൾ ബെനിഫിറ്റും കിട്ടണത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള മുടി കുറെ കൂടി മാനേജബിൾ ആക്കാനും സ്മൂത്ത് ആക്കാനും കുറെ കൂടി ഷൈനി ആക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ടോട്ടൽ റിപ്പയർ 5 ഷാംപൂ ആൻഡ് കണ്ടീഷണർ രണ്ടും നമുക്ക് വേണമെങ്കിൽ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഡെയിലി നമ്മൾ തല കുളിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് ഷാംപൂ, കണ്ടീഷണർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ റിപ്പയർ 5 സിറം അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. കുറച്ച് മാത്രം എടുത്താൽ മതി, 3 to 4 ഡ്രോപ്പ്. അത് നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്ത് സോഫ്റ്റ് ആൻഡ് മാനേജബിൾ ആവും എന്നുള്ളതാണ് നമ്മുടെ ഹെയർ. നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ സിറം നമ്മുടെ മുടിയിലുള്ള മോയ്സ്ചറിനെ നന്നായിട്ട് ലോക്ക് ചെയ്യുകയും ചെയ്യും. എന്തെങ്കിലും രീതിയിൽ ജടയൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അതിനെ കളഞ്ഞ് നല്ല സോഫ്റ്റ് ആക്കാനും നല്ല ഷൈനി ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്.
ഇത്രയേ ഉള്ളൂ. ഈ 3 സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടി കുറെ കൂടി മാനേജബിൾ ആവും, കുറെ കൂടി സിൽക്കി ആവും. നമ്മുടെ മുടിയുടെ ടെക്സ്ചർ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഈ ഷാമ്പൂവും കണ്ടീഷണറൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മുടി ഭയങ്കര ഡ്രൈ ആവുകയും ഫ്രിസി ആവുകയൊക്കെ ചെയ്യുന്നുണ്ടാവും, മുടിയിലെ ഓയിലൊക്കെ പോയിട്ട്. ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സിറം കൂടി ഇട്ട് ലോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുടി കുറെ കൂടി രസമായിട്ട് കിടക്കും കേട്ടോ. നമുക്ക് മാനേജ് ചെയ്യാനും വളരെ എളുപ്പമാണ്. എനിക്കാണെങ്കിലും മുടി അങ്ങനെ നാച്ചുറലി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതോ അങ്ങനെയൊന്നുമല്ല, ഫ്രിസി ഹെയർ ആണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴും ആണെങ്കിലും ശരി, ജസ്റ്റ് പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോഴും അതെ, ഇപ്പോഴാണെങ്കിലും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഷാംപൂ കണ്ടീഷണർ സിറം യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നല്ല ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മുടി നന്നായിട്ട് ഈരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ കിടന്നോളൂ. അഴിച്ചിട്ട് പോവുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ സമയവും കുറേ ലാഭമാക്കുന്നുണ്ട്, നമുക്ക് കുറെ കൂടി സമാധാനമുണ്ട്. ഈ മുടി ഇങ്ങനെ ശരിയാക്കി വരുമ്പോൾ തന്നെ കുറേ സമയം പോവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ടോട്ടൽ ₹5 ഒരു നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ എന്തായാലും റെഗുലർ ബേസിസിൽ ഇത് യൂസ് ചെയ്യും കേട്ടോ. വീക്ക്ലി വൺസ് എങ്കിലും ഞാൻ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യണതാണ്. അതിൻ്റെ ബെനിഫിറ്റും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ടോട്ടൽ ₹5 ഷാംപൂ 192.5 ml 189 rupees ആണ് കേട്ടോ. ടോട്ടൽ ₹5 കണ്ടീഷണർ 192 ml 209 rupees ആണ്. പിന്നെ ടോട്ടൽ ₹5 സിറം 40 ml 175 rupees ആണ് കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു കുട്ടി 1 minute ഹെയർ സ്റ്റൈൽ നോക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ സൈഡ് പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയ സെക്ഷൻ ഹെയർ എടുക്കാം കേട്ടോ. ഇതേപോലെ എടുത്തിട്ട് അതിന് നമ്മൾ സൈഡിൽ നിന്ന് കുറച്ചൊന്ന് മുകളിലേക്ക് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് 2 ഇർക്കിളി സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പുറത്തെ സൈഡ്, അതായത് മുടി കുറവുള്ള സൈഡിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സെക്ഷൻ ഓഫ് ഹെയർ എടുത്തിട്ട് ഇതേപോലെ ചുരുട്ടി കൊണ്ടുവന്ന് നമ്മൾ ഇർക്കിളി സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാണ്. ഭയങ്കര സിമ്പിളായിട്ട് 1 മിനിറ്റിൽ ചെയ്തെടുക്കാവുന്ന ഹെയർ സ്റ്റൈലാണ്. നമുക്ക് പുറത്തേക്കൊക്കെ പോണിറ്റെയിൽ കെട്ടുമ്പോൾ സാധാരണ രീതിയിൽ പോണിറ്റെയിൽ കെട്ടുന്നതിനെക്കാളും കുറച്ച് ഡിഫറെൻറ്റ് ലുക്ക് തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ 3ാമത്തെ സെക്ഷനാണ് എടുത്തിട്ടുള്ളത്. പിരിച്ച് കൊണ്ടുവന്ന് നമ്മൾ ഇർക്കിളി സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. നമുക്ക് പോണിറ്റെയിൽ വേണമെങ്കിൽ ഇങ്ങനെ അയച്ചിടണമെങ്കിൽ അയച്ചിടാം കേട്ടോ. പക്ഷേ ഞാൻ പോണിറ്റെയിൽ കെട്ടാണ്. മുടി എല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് നമ്മൾ ഒരു ഹെയർ ടൈ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതിനെക്കാട്ടും മുന്നേ ഫ്രണ്ടിൽ നിന്ന് ചെറിയ മുടികളൊന്നും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും. എന്നിട്ട് ഒരു ക്ലച്ച് ക്ലിപ്പ് അതിൻ്റെ പിന്നിലായിട്ട്, പോണിറ്റെയിലിൻ്റെ പിന്നിലായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോണിറ്റെയിൽ നല്ല സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വോളിയം തോന്നിപ്പിച്ച് നല്ലൊരു പുഷ് തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ല രസമായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. കാഷ്വൽ വെയറിൻ്റെ ഒക്കെ ഒപ്പം നന്നായിട്ട് ചേരുന്ന ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടി ഹെയർ കെയറും അതേപോലെ തന്നെ കുട്ടി ഹെയർ സ്റ്റൈലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.